നമസ്കാരം, വെൽക്കം ബാക്ക് ടു നാദറ മെഹറീൻസ് വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ താണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. എൻ്റെ കൂടെ ശ്രുതിയുണ്ട്, ദീക്ഷയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും, നമ്മുടെ അറിയുന്ന എല്ലാവർക്കും ദീക്ഷേനെ ശ്രുതിനൊക്കെ അറിയിരിക്കുന്നു. പറഞ്ഞല്ലോ എന്തെങ്കിലും. നമ്മളിപ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂ വീഡിയോ ചെയ്യാം നമുക്ക്. അപ്പൊ ഇന്നൊരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്. അപ്സര ഔട്ടായിരിക്കുന്നു എന്ന് എല്ലായിടത്തും, സോഷ്യൽ മീഡിയ എല്ലായിടത്തും ഇങ്ങനെ കത്തിക്കയറുവാണ്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്സര ഔട്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു, കാരണം നമുക്ക് എങ്ങനെ അറിയാതെ പോകുന്ന എന്തെങ്കിലും എവിക്ഷൻ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം ലാൽ സാർ വന്നിരുന്നു, 2 ദിവസം ഷൂട്ട് നടത്തിയിരുന്നു. ലാൽ സാറിന്റെ ബർത്ത്ഡേ എപ്പിസോഡ് നടത്തി, 2ാമത്തെ ദിവസത്തെ റസ്മിൻ ഔട്ടായ എപ്പിസോഡ് നടത്തി. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് അവർക്ക് ഓഫ് ഡേ ആയിരിക്കണം എന്ന് പറയുമ്പോൾ, നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ടെലികാസ്റ്റിംഗ് വരുന്നൊരു ഡേ അല്ല, ഇന്ന് ലൈവ് ഇല്ലാത്തൊരു ദിവസമാണ്, അവർക്ക് ഓഫ് ആയിരിക്കും. അങ്ങനെ ഒരു പെട്ടെന്നൊരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി. പക്ഷെ ഇത് രണ്ടും മീൻസ് ഇന്ന് അവർക്ക് ഓഫ് ഡേയും ആയിരുന്നു, പക്ഷെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിട്ടുമില്ല. അങ്ങനെ അപ്സര ഔട്ടായിട്ടുണ്ടെന്നുള്ള വാർത്ത വ്യാജമാണ്. എന്തായിരിക്കും അത്? അപ്സര ഔട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആൽബിൻ ഫ്രാൻസ് എന്നുള്ള അപ്സരയുടെ ഭർത്താവാണ്. സ്വാഭാവികമായിട്ടും ഹസ്ബൻഡാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസ്യത കൂടുതലായിരുന്നു. സ്വാഭാവികമായിട്ട് അപ്സര പുറത്തിറങ്ങുമ്പോൾ ഫോൺ എടുത്ത് ആദ്യം വിളിക്കുക ഹസ്ബൻഡിനായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ അപ്സര ഔട്ടായാൽ പോലും ഫോൺ കിട്ടുന്ന സമയമായിട്ടും ഇല്ല. കാരണം റസ്മിന് പോലും കഴിഞ്ഞ ദിവസം ഔട്ടായിട്ട് ഭയങ്കര ഗതികെട്ട ഒരു അവസ്ഥ. കാരണം ഇന്നലെ ഫോണില്ല, ഇന്ന് ഫോണില്ല, നാളെ അത് കിട്ടത്തുള്ളൂ. നാളെ അത് എപ്പിസോഡിൽ വന്നാൽ മാത്രമേ ഫോൺ പോലും കിട്ടത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇല്ല? ഈ വൈൽഡ് കാർഡ് വരുന്നത് വരെ അവിടുത്തെ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആയിരുന്നു അപ്സര. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു വീഡിയോയില്, നല്ല പ്ലെയർ ആയിരുന്നു. പക്ഷെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഒരാളാണ് അപ്സര. ഒരു ഓവർ കോൺഫിഡൻസ് എവിടെയോ ചാനലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാൽ സാറ് അപ്സരയും അൻസിബയും തമ്മിലുള്ള അടി കാണുമ്പോൾ ഭയങ്കരമായിട്ട് അപ്സരനെ പിടിച്ച് ഇന്നൊരു കമന്റ് ഞാൻ കണ്ടു, അൻസിബ ഇരിക്കുക അപ്സര ഔട്ട് ആവുന്ന കാണാൻ എന്തൊരു സുഖമാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ അൻസിബയാട്ടോ. ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനം വേറെ ആക്കല്ലേ? 1ാം സ്ഥാനം അൻസിബ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ. ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് സാധനം പറയുന്നില്ല, നമ്മളത് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് വോട്ടിംഗ് പാറ്റേൺ, സാധാരണ അൺഒഫീഷ്യൽ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്സരയാണ് പോകേണ്ടത്. റസ്മിൻ ഓഫ് കോഴ്സ്, 2ാമത് അപ്സര. അപ്പൊ അടുത്തൊരാഴ്ച അപ്സര വന്നാലും ചിലപ്പോൾ അപ്സര പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ എന്തുകൊണ്ട് ആൽബിൻ ഇങ്ങനത്തെ ഒരു വിഷയം, ഈ ഒരു വിഷയം പറയാൻ കാരണമായി എന്നൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കിയപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമം. അതാണ് കാരണം. ഇവിടെ PR ടീംസ് ഉണ്ട്. അങ്ങനെയാണ് ക്യാപ്ഷൻ വന്നത്. ക്യാപ്ഷൻ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. PR ടീം ജയിച്ചു, ഞങ്ങൾ തോറ്റു, അങ്ങനെ അപ്സര എവിക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനാണ് വെച്ചിരുന്നത്. അപ്പം ഇവിടെ PR ടീമുകൾ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ PR ടീമുകളാണ് വിജയിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിമ്പത്തറ്റിക്കൽ സാധനമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അപ്സരയ്ക്ക് PR ടീം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി തിങ്ക്. അപ്സരയ്ക്ക് വോട്ടൊക്കെ ഉണ്ടായിരുന്നു തുടക്ക സമയത്ത്. പിന്നീട് അപ്സരയ്ക്ക് വോട്ട് കുറഞ്ഞതിന്റെ കാര്യം അപ്സരയുടെ കയ്യിലിരിപ്പ് തന്നെ ആയിരിക്കാം. PR ടീംസ് ഉണ്ട് പലർക്കും. അവിടെ എന്താ പറയട്ടെ, ഇപ്പൊ PR ടീമിന്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒത്തിരി കണ്ടസ്റ്റൻസ് ഉണ്ട്. നമ്മളത് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും പോൾ നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റാറുണ്ട്. ഒരു കളിയും കളിക്കാതെ ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോഴും പോളിൽ നിൽക്കുന്ന ആൾക്കാരാണ് പലരുടെയും. ഫൈനൽ 5-ല് ചിലരൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സെന്റിമെന്റൽ സാധനമൊക്കെ പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ കുറച്ചാലായിട്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വായിക്കുകയാണ്. ഒറ്റ സെന്റിമെന്റൽ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഇയാൾ ഫൈനൽ 5-ൽ വരണം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഫാമിലി ടാസ്കിന്റെ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല, കാരണം അത് മോശമായിട്ട് തോന്നിക്കണം. അതൊരു സിമ്പത്തറ്റിക്കൽ സാധനം ആണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടൊരു ഫൈനൽ 5-ൽ ഡിസർവിങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നോക്കാം. ഫൈനൽ 5 ഇപ്പം തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന. ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഉടനെ തന്നെ എന്താ പറയാ, അപ്സര ബിഗ് ബോസ് ആകും. എവിക്ഷൻ ഉണ്ടെങ്കിൽ അത് നോമിനേഷൻ നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അപ്സര അടുത്ത നോമിനേഷനിൽ വരും. അപ്പൊ നമുക്ക് അപ്സര ഔട്ട് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്സര ഔട്ടായാലും നമ്മൾ അത് അൺപ്രഡിക്റ്റബിൾ ഒന്നും അല്ല, പ്രെഡിക്റ്റബിൾ ആണ്. കാരണം വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും. പാറ്റേൺ മാത്രമല്ല, അതിന്റെ അകത്ത് വലിയ പെർഫോമൻസും ചെയ്യുന്നില്ല.
അതെ, പിന്നെ അൻസിബ നിൽക്കുമ്പോ തന്നെ ഔട്ട് ആകേണ്ട ഒരാൾ തന്നെയാണ് അപ്സര. അത് അൻസിബോട് പ്രത്യേക സ്നേഹം ഉള്ള. ഇപ്പം എനിക്കും അൻസിബോട് ഭയങ്കര കാര്യമാണ്, കാരണം അൻസിബ നല്ലൊരു ഗെയിമറാണ്. കഴിഞ്ഞ ഏതൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ സാറ് കുറച്ചും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി, കാരണം അതിന് മാത്രമുള്ള തെറ്റൊന്നും അൻസിബ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫാമിലി ടാസ്ക് കണ്ടു. ഏതാ ഇഷ്ടപ്പെട്ട ഫാമിലി ടാസ്കില് പറ? ഫാമിലി ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. വെരി ഞാൻ അൻസിബയുടെ അനിയനെ കണ്ടു, സുന്ദരനായിരുന്നു എന്ന് പറയാം. അൻസിബയുടെ അനിയനെ കാണാൻ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട അൻസിബയുടെ അനിയനും റസ്മിന്റെ ബ്രദറൊക്കെ ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരാണ്. അൻസിബയുടെ അനിയനെ മാത്രം ഇഷ്ടം. ഋഷിയുടെ ബ്രദറോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടത് എപ്പിസോഡ് ഒന്നും കണ്ടില്ല. ഞാനിപ്പോ ബിഗ് ബോസ് കാണാറേ ഇല്ല. എന്താ പറയാ, ജാൻമണി ഇറങ്ങിയ പിന്നെ ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് ഒന്നും കാണാറേ ഇല്ല. എനിക്ക് ഫാമിലി എപ്പിസോഡ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സായിയുടെ സ്നേഹം വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലായിരുന്നു. സ്നേഹ കയറി വരുന്ന ഭയങ്കര ഒരു സിനിമാ നടിയുടെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട അഭിഷേക് ശ്രീകുമാറിന്റെ അച്ഛനോട് ഭയങ്കര സ്നേഹം തോന്നി. അച്ഛനോടും സഹോദരിയോടും അത് അവർ ഭയങ്കര റിയൽ ആയിട്ട് അവിടെ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ആ അഭിഷേകിന്റെ ഫാമിലി കുറച്ചും കൂടി ഗെയിം കണ്ട് മനസ്സിലാക്കി അഭിഷേകിനെ ഒരു ഗെയിമറായിട്ടൊക്കെ കാണണമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള, കാരണം അഭിഷേകിന്റെ ഫാമിലി ഒന്ന് ഭയങ്കര രസമുണ്ടായിട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അഭിഷേകിൻ്റെതും കൊള്ളായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. അപ്പൊ അങ്ങനെ അപ്സരയുടെ വിഷയം പറയാനായിട്ട്, കാരണം എനിക്ക് ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്സര എവിക്റ്റഡ് ആയോ എന്നുള്ളത്. അപ്പൊ അപ്സര എവിക്റ്റഡ് അല്ല, ഈ ആഴ്ച വോട്ടിങ്ങിലുണ്ട്. അപ്പൊ അടുത്ത ആഴ്ചത്തെ എവിക്ഷനിൽ ഒരു പക്ഷെ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. പിന്നെ PR ടീംസിന്റെ കാര്യം എന്നുള്ളത്, PR ടീംസ് അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. പലരുടെയും വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള PR സംവിധാനമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഏഷ്യനെറ്റിന്റെ പോളിൽ ഇപ്പൊ ജിൻഡോയുടെ പേര് കാണുന്നില്ല. പലപ്പോഴും ഞാനത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ജിൻഡോയുടെ പേര് പോൾ ഇടാറില്ല. അതിനെന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിലൂടെ പറയണം. കാരണം പ്രത്യേക ഒരു ഒഴിവാക്കൽ, കാരണം മുമ്പ് എല്ലാ പോളിലും അതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഉള്ള ഗെയിമൊക്കെ പണ്ടൊക്കെ ഗെയിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഗെയിംസ് ആണ് കൂടുതലും കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര ഗെയിംസ് കണ്ടിട്ടുണ്ടോ, ഭയങ്കര പാടില്ല. പിന്നെ ഇനിയിപ്പോ ടിക്കറ്റ് ഫിനാലെ വരുന്നത് സ്വാഭാവികമായിട്ട് പവർ ഗെയിംസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഇനി എൻഡ്യൂറൻസ് ടാസ്ക് ഒന്നും വരല്ലേ എന്നുള്ളതാണ്. പണ്ട് ഓർമ്മയുണ്ട്, ലൈവ് കണ്ടിരുന്ന നിങ്ങൾ ഭയങ്കര ബോറടിപ്പിച്ചില്ലേ? ഏറ്റവും ബോറടിപ്പിച്ച ടാസ്ക് എന്തായിരുന്നു? കുതിരയായിരുന്നോ? കാറിൽ ഞാൻ സെക്കൻഡ്. അപ്പൊ എന്തായാലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് എന്തിനു പറഞ്ഞോ, അങ്ങനെ തന്നെ പറയാലോ നമുക്ക്. കാരണം ഭർത്താവ് എക്സ്പെക്ട് ചെയ്തു എന്നുള്ളതല്ലേ എവിക്ഷൻ. കാരണം ഞാൻ ഒരു പോസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഭർത്താവിന്റെ കാര്യം. ഓക്കെ, അല്ല ഭർത്താവ് അങ്ങനെ ഇടുമ്പോൾ ഭർത്താവിന് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അത് മീൻസ് എവിടെയെങ്കിലും അറിഞ്ഞിട്ടായിരിക്കില്ല. അത് ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കും പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതൊട്ടും കൺഫേം അല്ലെങ്കിൽ ഞാൻ പറയാറില്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അപ്സരയുടെ ഒരു PR പോലെയാണ് ആൽബിൻ ചെയ്യുന്നത്. അപ്പൊ പുള്ളി കുറച്ചും കൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ധാരണയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. അതുകൊണ്ട് അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് നിങ്ങൾ അറിയിക്കുന്നു. മറ്റെന്തെങ്കിലും? അതെ, ഇവരിപ്പം ബിഗ് ബോസ് കാണുന്നത് ഭയങ്കര കുറവാണ്. ഇന്നെന്തായാലും ദീക്ഷയ്ക്ക് ഭയങ്കര ഫാൻസ് ആയിരിക്കും ഇതിനിടയിൽ. പറയും ദീക്ഷ, നിന്നെ കൊണ്ടൊന്ന് പറയിപ്പിച്ചില്ലെന്ന് പറയാം ഞങ്ങള്. ദീക്ഷ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞങ്ങൾ സീസൺ മാത്രം കണ്ടിരുന്നുള്ളൂ. എന്നെ കാണാൻ വേണ്ടി മാത്രം കണ്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോളൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.